നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ്. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ചരിത്ര ശേഷിപ്പുകളാണിവ. ഇതിൽ ആദ്യത്തേത് നമുക്ക് സുപരിചിതമാണ്, റെഡ് ഫോർട്ടാണ് അല്ലേ. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നമുക്കറിയാം. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം മുഗൾ ഭരണത്തെക്കുറിച്ച് നോക്കാം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. അപ്പം മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ബാബറാണ്. വർഷം 1526. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ടവരെ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ആരാണ്? ബാബർ. ബാബർ ഭരിച്ച കാലഘട്ടം 1526 മുതൽ 1530 വരെയാണ്. ബാബർ എന്ന പദത്തിൻ്റെ അർത്ഥം സിംഹം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം സഹിറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസുഖ്-ഇ ബാബറി എന്ന് പറയുന്നത്. തുസുഖ്-ഇ ബാബറി. അടുത്ത മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ. 1530 മുതൽ 1540 വരെ അദ്ദേഹം ഭരിച്ചു. ഇടയ്ക്ക് 1 കൊല്ലം കൂടെ അദ്ദേഹം ഭരിക്കുകയുണ്ടായി, 1555-56 കാലയളവിൽ. ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ് കേട്ടോ, ഭാഗ്യവാൻ. അടുത്തതാണ് അക്ബർ. 1556 മുതൽ 1605 വരെ ഭരണം നടത്തിയ ചക്രവർത്തിയായിരുന്നു അക്ബർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഏറ്റവും കൂടുതൽ കാലം മുഗൾ സാമ്രാജ്യം ഭരിച്ച ചക്രവർത്തിയായിരുന്നു ആര്? അക്ബർ. ഏറ്റവും പ്രശസ്തനായ രാജാവ് ഇദ്ദേഹമായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം മഹാൻ എന്നാണ്. അക്ബർ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാൻ എന്നാണ്. ഇനി 4ാമത്തെ ഭരണാധികാരിയായിരുന്നു ജഹാംഗീർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1605 മുതൽ 1627 വരെയായിരുന്നു. ജഹാംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം ലോക ജേതാവ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തുസുഖ്-ഇ ജഹാംഗീരി. അടുത്ത ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ. 1628 മുതൽ 1658 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ലോകത്തിൻ്റെ രാജാവ് എന്നാണ് ഷാജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇദ്ദേഹത്തിൻ്റെ നിർമ്മിതികളാണ് താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ. ഇതെല്ലാം ഷാജഹാൻ്റെ നിർമ്മിതികളിൽ പെടുന്നതാണ്. അടുത്ത ഭരണാധികാരിയാണ് ഔറംഗസേബ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1658 മുതൽ 1707 വരെയാണ്. മുഗൾ രാജവംശത്തിൻ്റെ വിസ്തൃതി ഇദ്ദേഹത്തിൻ്റെ കാലത്ത് കൂടുതൽ വ്യാപിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇവരൊക്കെയാണ് മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഔറംഗസേബിൻ്റെ കാലത്തെ മുഗൾ രാജ്യം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മുഗളരും 1ാം പാനിപ്പത്ത് യുദ്ധവുമാണ്. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേരുത്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ 1ാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ മുഗൾ വംശം സ്ഥാപിച്ചതാരാണ്? ബാബർ. ഏത് യുദ്ധത്തിലൂടെയാണ്? 1ാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെ, വർഷം 1526. ബാബർ ആരെയായിരുന്നു പരാജയപ്പെടുത്തിയത്? ഇബ്രാഹിം ലോധിയെ. ഈ കാണുന്നത് ഒരു അനുശോചന കുറിപ്പാണ്. ജസ്യൂട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം CE 1605 എഴുതിയ അനുശോചന കുറിപ്പാണിത്. ഈ അനുശോചന കുറിപ്പിൽ അക്ബർ ചക്രവർത്തിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നമുക്കൊരു രൂപം കിട്ടുന്നുണ്ട്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും
പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഇതൊക്കെയായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ സ്വഭാവ സവിശേഷതകൾ. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളിലെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അക്ബർ ചക്രവർത്തിയെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ളത്. കാരണം കുറേ കാലം മുഗൾ സാമ്രാജ്യം ഭരിച്ച ഭരണാധികാരി അക്ബർ ചക്രവർത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഏത്? ഫത്തേപൂർ സിക്രി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനമായിരുന്നു ദിൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ എന്നതായിരുന്നു ആ ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഇനി അക്ബർ ചക്രവർത്തി നിർത്തലാക്കിയ ഒരു മതനികുതിയായിരുന്നു ജസിയ എന്ന് പറയുന്നത്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സദസ്യർ? രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ. അടുത്ത് കൊടുത്തിരിക്കുന്നത് അക്ബർ ചക്രവർത്തിയുടെ ഒരു കൽപ്പനയാണ്. എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ സമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീർ രേഖപ്പെടുത്തിയതാണ് ഈ വാക്കുകൾ. ഇനി നമുക്ക് മുഗൾ ഭരണകാലത്തെ സൈന്യം എങ്ങനെയുള്ളതായിരുന്നു നമുക്ക് നോക്കാം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരിയുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാരിമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പോൾ ഓർക്കുക, അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിൻ്റെ പേരാണ് മാൻസബ്ദാരി. ഇനി കൊടുത്തിരിക്കുന്നത് മുഗൾ ഭരണ രീതിയാണ്. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു നമുക്ക് നോക്കാം. അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം, ഇങ്ങനൊരു ഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. 4 തട്ടുകളിലായിട്ടാണ് അവിടെ ഭരണം നടന്നിരുന്നത്. അതായത് ഏറ്റവും താഴെ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് പർഗാന. പർഗാനകളിൽ ചേർന്ന് സർക്കാർ രൂപീകരിച്ചു. സർക്കാരുകളിൽ ചേർന്നിട്ട് സുബ. ഇങ്ങനെയായിരുന്നു മുഗൾ രാജ്യത്തിൻ്റെ ഭരണക്രമം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുഗൾ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയാണ്. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിച്ചിരുന്നു. അപ്പോൾ മുഗൾ ഭരണകാലത്ത് ഫ്യൂഡൽ സിസ്റ്റം ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. സമൂഹത്തിനെ പല തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു.
അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ റീഡിങ്ങിന് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരമത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അപ്പോൾ അവിടെ ഭയങ്കര സമൃദ്ധിയുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ-ഇ-അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. മുഗൾ കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അടുത്തത് അബുൾ ഫസൽ ആരാണെന്ന് നോക്കാം. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐൻ-ഇ-അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അബുൾ ഫസൽ. അബുൾ ഫസലിൻ്റെ പുസ്തകങ്ങൾ 2 പേരുകളുണ്ട്, അത് പഠിക്കുക. ഐൻ-ഇ-അക്ബരിയും അക്ബർനാമ. ഐൻ-ഇ-അക്ബരി, അക്ബർനാമ. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. അത് ഓർക്കുക, വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. അന്നത്തെ ഈ നഗരങ്ങൾ ഇന്ന് ഏത് രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കാം. ധാക്ക ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ് ഇന്ത്യയിൽ തന്നെയാണ്, ലാഹോർ പാകിസ്ഥാൻ്റെ ഭാഗമാണ്, സൂറത്തും ആഗ്രയും ഇന്ത്യയിലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സാംസ്കാരിക സമന്വയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു പുറംചട്ട കൊടുത്തിട്ടുണ്ട്. അത് രസ്നാമ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ്. അപ്പോൾ ഇതെന്താണ് ഈ രസ്നാമ എന്ന് ചോദിച്ചാൽ, മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതാണ് രസ്നാമ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. രസ്നാമ. മുഗൾ വംശജർ ഇന്ത്യൻ സാംസ്കാരികവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. താജ്മഹൽ, ആഗ്രക്കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വിജയനഗരത്തെക്കുറിച്ചും അവിടുത്തെ ഭരണരീതികളെക്കുറിച്ചും പഠിക്കാം. വിജയനഗര ഭരണം. അപ്പോൾ നമ്മൾ പഠിച്ചു, ഡൽഹി കേന്ദ്രമാക്കിയാണ് മുഗൾ രാജവംശം നിലനിന്നിരുന്നത്. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇക്കാലത്ത് തന്നെ ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം അഥവാ വിജയത്തിൻ്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു.
അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. വിജയനഗരം വ്യാപിച്ചു കിടന്നിരുന്ന മേഖലകൾ നമുക്ക് മാപ്പിൽ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് വിജയനഗര രാജാക്കന്മാരെ കുറിച്ച് നോക്കാം. സംഗമ രാജവംശം. സംഗമ രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു ഹരിഹരനും ബുക്കനും. അവരാണിത് സ്ഥാപിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നതും സംഗമ രാജവംശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാലുവ വംശം. സാലുവ വംശത്തിൻ്റെ സ്ഥാപകൻ നരസിംഹ സാലുവ എന്ന് പറയുന്ന രാജാവായിരുന്നു. വളരെ കുറച്ചു കാലം മാത്രമേ അദ്ദേഹം ഭരിച്ചുള്ളൂ. അതിനുശേഷം വന്നതാണ് തുളുവ വംശം. തുളുവ വംശം വീര നരസിംഹൻ എന്ന് പറയുന്ന രാജാവായിരുന്നു അതിൻ്റെ സ്ഥാപകൻ, വീര നരസിംഹൻ. പിന്നെ അതിൽ ആ വംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു കൃഷ്ണദേവരായർ എന്ന് പറയുന്ന രാജാവ്. വളരെ പ്രശസ്തനായ തുളുവ വംശത്തിലെ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. അതിനുശേഷം വന്നതാണ് അരവിടു വംശം. അരവിടു വംശത്തിലെ സ്ഥാപകനാണ് തിരുമല. അതിൽ വെങ്കിട്ട ഒന്നാമനാണ് പ്രശസ്തനായ രാജാവ്. അരവിടു വംശത്തിലെ പ്രശസ്തനായ രാജാവായിരുന്നു വെങ്കിട ഒന്നാമൻ. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. 1509 മുതൽ 1529 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു ബാർബോസ. അദ്ദേഹം പറഞ്ഞെന്താ നോക്കാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പോൾ ഇത് കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് അന്ന് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് കേട്ടോ. പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകളാണ്. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് കൃഷ്ണദേവരായരുടെ കൃതികളാണ് അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവുമാണ്. അതുപോലെ തന്നെ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ ആരായിരുന്നു? അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറയുന്ന പണ്ഡിതരായിരുന്നു കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇതിന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് വിജയനഗരത്തിലെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. പ്രവിശ്യകളാണ് മണ്ഡലങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. ജില്ലകൾ നാടുകൾ എന്നറിയപ്പെട്ടു. ഉപജില്ലകൾ സ്ഥലം എന്നറിയപ്പെട്ടു. പിന്നെ ഗ്രാമങ്ങൾ. അങ്ങനെ 4ആയിട്ടാണ് രാജ്യത്തെ വിഭജിച്ചിരുന്നത്. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ വിജയനഗരത്തിൽ അവരുടെ ഭരണകാലത്ത് കോടതികൾ ഉണ്ടായിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിച്ചെടുക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കുണ്ടായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം
കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു നോക്കാം. വിവിധ ജാതിമത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാകർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് വിജയനഗരം സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു ഡൊമിംഗോ പയസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ഡൊമിംഗോ പയസിൻ്റെ ഈ സഞ്ചാരക്കുറിപ്പിൽ നിന്നും വിജയനഗരത്തിൻ്റെ പ്രൗഢി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ടുകിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചനയോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഈ ഫിഗറിൽ കാണപ്പെടുന്നതാണ് ഹസാര രാമക്ഷേത്രം. ഹംപിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കർണാടകയിൽ. വിജയനഗര രാജാക്കന്മാരുടെ സ്വകാര്യ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഹസാര രാമക്ഷേത്രം. രാമക്ഷേത്രമാണ്, രാമായണ ഇതിഹാസത്തിൻ്റെ കഥ പറയുന്ന ഒരു ക്ഷേത്രമാണ് ഹസാര രാമക്ഷേത്രം. 15-ാം നൂറ്റാണ്ടിൽ ദേവരായ രണ്ടാമനാണിത് നിർമ്മിച്ചത്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അടുത്ത ഫിഗറാണ് വിത്തല സ്വാമി ക്ഷേത്രമാണ്. അതും ഹംപിയിൽ തന്നെയാണ് വിത്തല സ്വാമി ക്ഷേത്രം. തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് വിത്തല സ്വാമി ക്ഷേത്രം. ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ശിലാരഥം, സംഗീത തൂണുകൾ, ശിലാനിർമ്മിതികൾ ഇവയൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചിരുന്നു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. വീണ്ടും 2 ഫിഗറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിരൂപാക്ഷ ക്ഷേത്രമാണ്, ഹംപിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ക്ഷേത്രം. ഇതും തുംഗഭദ്ര നദിയുടെ തീരത്ത് തന്നെയാണ് വിരൂപാക്ഷ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണദേവരായരുടെ കാലത്താണ് പണി പൂർത്തീകരിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാന ഗോപുരത്തിൻ്റെ വിപരീത നിഴൽ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഭിത്തിയിൽ പതിക്കുന്നു എന്നുള്ളതാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നിർമ്മിതിയിലും അലങ്കാരത്തിലും ഗണിതശാസ്ത്ര ആശയങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ്. അപ്പോൾ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയാണ്. അവിടുത്തെ പ്രത്യേകത അലങ്കാരത്തിലും നിർമ്മിതിയിലും ഒക്കെ ഗണിതശാസ്ത്രത്തിൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കാണിച്ചിരിക്കുന്നത് ലോട്ടസ് മഹലിൻ്റെ ഫിഗറാണ്. ചിത്രാംഗി മഹൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ 24 തൂണുകളുണ്ട്. ഭിത്തികളില്ലാത്ത നീണ്ട ഇടനാഴികളുള്ള തുറന്ന രൂപകൽപ്പന ഉൾക്കൊള്ളുന്ന 3 നിലകളാണുള്ളത്. കൊത്തുപണികളുണ്ട്. ഇൻഡോ ഇസ്ലാമിക് ഡിസൈനിലാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോട്ടസ് മഹലിന് പറയുന്ന മറ്റൊരു പേരാണ് ചിത്രാംഗി മഹൽ.
അപ്പോൾ എന്തൊക്കെയായിരുന്നു മുഗൾ ഭരണവും വിജയനഗര ഭരണവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. രണ്ടിലും രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത് അല്ലേ. ഇനി മുഗൾ ഭരണം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സൈനിക വിഭാഗം അറിയപ്പെട്ടിരുന്നത് മാൻസബ്ദാരികൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വിജയഭരണ നഗരത്തിലായിരുന്നുണ്ടെങ്കിലോ അമരനായക സമ്പ്രദായമായിരുന്നു സൈനിക മേഖലയിൽ നിലനിന്നിരുന്നത്. ഇനി മതസഹിഷ്ണുത രണ്ടിടത്തും ഉണ്ടായിരുന്നു. ഉറുദു ഭാഷയുടെ വികാസമാണ് മുഗൾ ഭരണകാലത്ത് നടന്നതെങ്കിൽ വിജയനഗര ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ സംസ്കൃത ഭാഷയുടെ വികാസമായിരുന്നു നടന്നത്. ഇനി ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലിയായിരുന്നു മുഗൾ ഭരണകാലത്ത് അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നത്. ഇനി വിജയനഗര ഭരണകാലത്താണെങ്കിലോ ദ്രാവിഡ നിർമ്മാണ ശൈലിയായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്